ഇന്ന് എല്ലാവരും സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്. പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിസിനസ് പ്ലാൻ, രണ്ട് പ്രൊജക്ട് റിപ്പോർട്ട്. ഇനി നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ബിസിനസ് പ്ലാൻ. ഇതിൽ ഉറപ്പായും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ബിസിനസിന്റെ തന്ത്രം, ലക്ഷ്യം എല്ലാം ഇതിനുള്ളിൽ ഉണ്ടായിരിക്കണം. കൂടാതെ വിപണി സാധ്യത, ഗ്രോത്ത്, കോമ്പറ്റീഷൻ ഇതെല്ലാം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത് പ്രൊജക്ട് റിപ്പോർട്ട്. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സാമ്പത്തിക സാങ്കേതിക രേഖയാണ്. ബാങ്ക് വായ്പകൾക്കും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കും ആവശ്യമായ ചിലവുകൾ, സാധ്യത, പ്രതീക്ഷിക്കുന്ന വരുമാനം ഇതെല്ലാം ഇതിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി ഇവ രണ്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യമായി മാറുന്നത് എന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ബിസിനസ് പ്ലാൻ ആണ്. ഇത് പ്രധാനമായും നിക്ഷേപകരെ ആകർഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ബിസിനസ് സാധ്യത, വിപണിയുടെ വലിപ്പം, കോമ്പറ്റീഷൻ ആൻഡ് ഗ്രോത്ത് എന്നിവ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് വായ്പ ലഭിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എത്രയാണ് ചിലവ് വരുന്നത്, എത്ര വരുമാനമാണ് നമ്മൾ ലഭിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ വിശകലനവും ആവശ്യമുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. ഇതിന്റെ ഉത്ഭവം എന്താണെന്ന് നോക്കിയാൽ ബിസിനസ് പ്ലാൻ ഏകദേശം 20-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉള്ള കാര്യമാണ്. ഇനി നമ്മൾ ബിസിനസ് പ്ലാൻ നോക്കുകയാണെങ്കിൽ ബിസിനസ് ആരംഭിച്ച കാലം മുതൽ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബിസിനസിന്റെ ഫണ്ടിംഗ് നടപടികൾക്കായി നിർബന്ധിതമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാൻ ആണ് ബിസിനസ് പ്ലാൻ. ഇനി നമുക്കിത് എവിടെയൊക്കെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ബിസിനസ് പ്ലാനുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും സ്റ്റാർട്ടപ്പ് പിച്ചുകളിലും അതുപോലെ തന്നെ നിക്ഷേപ റൗണ്ടുകളിലുമാണ്. ഇനി നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് ഉപയോഗിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാർ പദ്ധതികൾ പ്രാവർത്തികമാകുന്നതിനും വേണ്ടിയാണ്. ഒരു ബിസിനസ് പ്ലാൻ നിങ്ങളുടെ സ്വപ്നം നിറവേറാൻ ഉപയോഗിക്കുന്നു, എന്നാൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ആ സ്വപ്നം സത്യമാകാനും ഉപയോഗിക്കുന്നു. ഇതുപോലുള്ള ബിസിനസ് റിലേറ്റഡ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.